പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂമോളെ, നിന്റെ അമ്മയുടെ ഡാഷ്. തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഹലോ ഗൈസ്, എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സിനിമാ മേഖലയിലെ ഒരു വഴക്കാണ്. അതായത് സിനിമാക്കാരുടെയൊക്കെ ഉമ്മ സംഘടന എന്ന് പറയുന്നത്, അതിൽ നടക്കുന്ന ചില കുത്തിത്തിരിപ്പുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. ഇപ്പോൾ ടിനി ടോമാണ് ഇതിലെ പ്രധാന വില്ലൻ എന്ന് അറിയപ്പെടുന്നത്. കാരണം നമുക്കിപ്പോൾ ഈ പരാതിയായിട്ട് മുന്നോട്ട് വന്നത് അൻസിബയാണ്. അൻസിബയെ നമുക്ക് പേഴ്സണലായിട്ട് അറിയില്ല എങ്കിൽ പോലും ബിഗ് ബോസിൽ വന്നിട്ട് ഏകദേശം അൻസിബയുടെ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, അടക്കവും ഒതുക്കവും ഒക്കെയുള്ള ഒരുപാട് ഇങ്ങനെ ഒരു കച്ചറയായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല. കാരണം നമ്മൾ ബിഗ് ബോസിൽ പല സീസണുകളും കാണാറുണ്ട്. അതിൽ പല പെൺകുട്ടികളുടെയും സ്വഭാവം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവക്കാരിയാണ് അൻസിബ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അൻസിബയെ കുറിച്ചിട്ട് ഈ പറയുന്ന ടിനി ടോമും അതുപോലെ കുറച്ചധികം ആൾക്കാരും ചേർന്നിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയുകയും ജാതിയുടെ പേരിലും അതുപോലെ തന്നെ എന്തൊക്കെയോ പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയെ നല്ല രീതിയിൽ ഇവർ ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സഹിക്കവയ്യാതെയാണ് ഈ ഒരു പെൺകുട്ടി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഒരുപാട് അപവാദങ്ങൾ ഈ പറയുന്ന അൻസിബയെക്കുറിച്ച് ഈ ടിനി ടോം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അവനൊക്കെ ഒരു വിചാരമുണ്ട്, കുറച്ച് സിനിമയിൽ അഭിനയിച്ചു എന്ന് കരുതിയിട്ട് അവനൊക്കെ വലിയ കൊമ്പത്ത ആളാണെന്നുള്ളത്. ഈ ഒരു വിഷയത്തിൽ നമുക്ക് എന്താ പറയുക, സാമാന്യ ബുദ്ധിയും ബോധമുള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇതിലെ തെറ്റുകാരൻ ഈ പറയുന്ന ടിനി ടോമാണ്. പിന്നെ ടിനി ടോമിനെ താങ്ങാനായിട്ട് കുറേ അവളുമാരും അതിനകത്തുണ്ട്. അവരെല്ലാം ചേർന്നിട്ടാണ് ഈ പെങ്കൊച്ചിനെ അതിനകത്തിട്ട് ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ അൻസിബ ഭയങ്കര ഇമോഷണലായിട്ട് ഇപ്പോൾ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാവരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനക്കുറുപ്പ് ചേച്ചി വന്നു. നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന് വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. അൻസിബ എത്ര ഇമോഷണലിയാണ് സംസാരിക്കുന്നത്. കാരണം അത്രത്തോളം ഒരു അവഗണന ആ ഒരു പെങ്കുച്ച് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്നിട്ടും ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ പോലും ഇതിനെക്കുറിച്ച് തുറന്ന് പറയാൻ തയ്യാറാകുന്നില്ല. നീനക്കുറുപ്പ് എന്ന് പറയുന്ന ആ ഒരു നടി മാത്രമാണ് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ബാക്കി മിക്ക സ്ത്രീകളും ടിനി ടോമിനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അതിൽ പല സ്ത്രീകൾക്കും അറിയാം ടിനി ടോം ചെയ്തിരിക്കുന്ന പ്രവൃത്തികളും പറഞ്ഞിരിക്കുന്ന വാക്കുകളും എത്രത്തോളം വൃത്തികെട്ട രീതിയിലാണെന്ന്. എന്നിട്ട് പോലും ഒരെണ്ണം പോലും ടിനി ടോമിനെതിരായിട്ട് സംസാരിക്കുന്നില്ല. പകരം ഈ ഒരു അൻസിബയെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശ്വേതാ മേനോൻ, പ്രിയങ്ക, പിന്നെ ലക്ഷ്മി പ്രിയ, എല്ലാം തികഞ്ഞൊരുത്തിയാണല്ലോ അവളും വന്നിരുന്നിട്ട് ഈ പറയുന്ന അൻസിബയ്ക്കെതിരായിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ പറയും. അൻസിബയ്ക്കെതിരെ ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ആ ഒരു പെങ്കൊച്ചിനെ നിർത്തി അപമാനിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പം അൻസിബ തന്നെ പറയുന്നുണ്ട്, സഹി കെട്ടിട്ടാണ് ഇത് സമൂഹത്തിന് മുന്നിൽ വന്ന് തുറന്ന് പറയേണ്ടി വന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആലപ്പി അഷ്റഫ്
അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കാണാം. ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംസ്കാര ശൂന്യമായ ഇത്തരം വേർതിരിവുകൾ സംസ്കാര സമ്പന്നരെന്ന് ഊറ്റം കൊള്ളുന്ന സാംസ്കാരിക സംഘടനയിലെ കലാകാരന്മാർ പിന്തുടരുന്നു എന്നത്. ഇപ്പൊ അദ്ദേഹം പറയുന്ന കേട്ടില്ലേ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു നടൻ പറഞ്ഞ വാക്കുകളാണ്. അതായത് ഈ ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് ഈ ഒരു നടൻ. ആ ഒരു നടൻ ഇവരുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അൻസിബയുടെ പേര് അതിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. ആ മേത്തച്ചിയെ അവള് വളരെ മോശമായിട്ട് ആ ഒരു അൻസിബയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ലാലേട്ടനുമായിട്ട് അവിഹിതമുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ആ ഒരു നടൻ പറഞ്ഞത്. അതിൻ്റെ പേരിൽ അപ്പോൾ ഒരാൾക്കൊന്നും അല്ല അൻസിബയോട് ഈ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു വൈരാഗ്യമുള്ളത്. അവിടെയുള്ള പല നടന്മാർക്കും, അതായത് നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന പല നടന്മാരും ഈ ഒരു രീതിയിലാണ് ഈ ഒരു വിഷയത്തെയും അൻസിബയും കണ്ടിരുന്നത്. ജാതിയുടെ പേരിലുള്ള ഒരു എന്താ പറയുക, എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിടയിലൊക്കെ ഇതുപോലുള്ള പല രീതിയിലുള്ള വഴക്കും ഒക്കെ നടക്കുന്നുണ്ടെന്ന് ഈ ഒരു വിഷയങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും സമ്മതിച്ചിരിക്കുന്നു കേട്ടോ ഇവറ്റകളെയൊക്കെ. അതായത് ഈ സ്ത്രീകൾ തമ്മി വഴക്കുണ്ടാക്കുന്ന രീതിയിലാണ് ഇത്രയും വലിയൊരു സംഘടനയിൽ സിനിമാ മേഖലയിലുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് നടത്തുന്ന വഴക്കുകൾ. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിലെ അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച് അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂമോളെ നിന്റെ അമ്മയുടെ ഡാഷ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എന്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം കൈമുട്ട് മുറുക്കി ആക്രമണോത്സുകമായ രീതിയിൽ എന്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തിന്റെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും. അപ്പൊ കണ്ടല്ലോ എന്തൊക്കെ രീതിയിലാണ് അൻസിബ അവിടെ നിന്ന് നേരിട്ടിരിക്കുന്ന ക്രൂരതകള്. ഇത്രയുമൊക്കെ ചെയ്തു കൂട്ടിയിട്ടാണ് ടിനി ടോമും ശ്വേതാ മേനോനും അതുപോലെ തന്നെ കുറെ എണ്ണങ്ങൾ വന്നിട്ട് ന്യായീകരിക്കുന്നത്. അവിടെ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതൊക്കെ വെറുതെ, ഇതൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഇങ്ങനെയുള്ള കേസും കാര്യങ്ങളൊക്കെ. അതിനും വേണ്ട അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ഒരു പെൺകുട്ടിയെ അപവാദം പറയുക, അവർക്ക് അവിഹിതം ഉണ്ടെന്ന് പറയുക, അവരെ ജാതിയുടെ പേരിൽ അവരെ മാറ്റി നിർത്തുക, ആ ഒരു ജാതിയിലേക്ക്, അതായത് അൻസിബ പലരെയും അവരുടെ ജാതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ നാണം കെട്ട ടിനി ടോം പറഞ്ഞിരിക്കുന്നത്. അവൻ ഏതൊക്കെ രീതിയിലാണ് ആ ഒരു പെൺകൊച്ചിനെ തെറി വരെ വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്, എന്താ ഇവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇവൻ്റെ അതേ സ്വഭാവ ഗുണമുള്ളതാണ് ഇവൻ്റെ മകനും. അതിൻ്റെ ഒരു ന്യൂസും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇതുപോലുള്ള നാണം കെട്ടവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇതുപോലുള്ള സംഘടനയിൽ എന്തിനു വെച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ അൻസിബയ്ക്ക് നീതി കിട്ടുമോ എന്നൊന്നും അറിയില്ല. കാരണം ഇവന്മാരൊക്കെ വലിയ വലിയ കൊമ്പത്തെ പുള്ളിക്കാരന്മാരാണല്ലോ. അതുപോലെ തന്നെ മിക്ക ആൾക്കാരും സിനിമാ മേഖലയിലുള്ള നടീനടന്മാരും ഒക്കെ ടിനി ടോമിൻ്റെ പക്ഷത്താണ്. പക്ഷെ ഇവിടെ ന്യായത്തിനും അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്കും ഒപ്പം നിൽക്കാൻ ആരും തന്നെ ഇല്ല. അങ്ങനെയാണ്, സത്യത്തിൻ്റെ കൂടെ ആരും ഉണ്ടാവത്തില്ല. അതേസമയം
തെറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ കൂടെ നിൽക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പകുതി മുക്കാലും ജനങ്ങൾ വിശ്വസിക്കുന്നത് അൻസിബയെ തന്നെയാണ്. കാരണം ഒരു കാര്യവും ഇല്ലാതെ ആ ഒരു പെങ്കൊച്ചി ഇങ്ങനെ വന്നിട്ട് പറയത്തില്ല. ലാലേട്ടനുമായിട്ട് ഒരു അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഇതിനെക്കുറിച്ച് പറയേണ്ടത്? നാണകെട്ടവൻ എന്നല്ലേ ആ ഒരു ടിനി ടോമിനെയൊക്കെ വിളിക്കേണ്ടത്?